ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവാണ്. നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലും. വളരെ പവിത്രമേറിയ അതിവിശിഷ്ടമായ ഈ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ദിക്റുകളും ദുആകളാണ് പറയുന്നത്. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ ആദ്യ വെള്ളിയാഴ്ച പകലും. വളരെ പവിത്രമേറിയൊരു മാസം. ഈ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്നീ പറയുന്ന പ്രധാനപ്പെട്ട ചില ദിക്റുകളുണ്ട്. മുഹറത്തിൻ്റെ 1 മുതൽ 10 വരെ ചൊല്ലേണ്ടുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദുആ ഉണ്ട്. അത് ഈ വർഷം മുഴുവനും നമുക്ക് വലിയ കാവൽ നൽകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ ചൊല്ലി അത് എഴുതി ഒക്കെ ഇരിക്കുന്നവരാണ് അല്ലേ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഈ വർഷത്തിലേക്ക് മുതൽ കൂട്ടാവുന്ന ചില അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിത് പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കി ഇതിലുള്ളതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ വർഷം മുഴുവനും വലിയ കാവൽ ലഭിക്കും. ആഫത്ത് മുസീബത്തുകൾ സംഭവിക്കില്ല. അപകടങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്കതൊന്നും സംഭവിക്കില്ല. നമ്മെ തൊട്ടൊക്കെ തട്ടിപ്പോകാൻ അത് കാരണമാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത് എന്നറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിച്ച് ഈ വർഷം വലിയ ബറക്കത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമാക്കി, ദിവസങ്ങളാക്കി, മാസങ്ങളാക്കി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെ അറിയാം, ഇത് പരിശുദ്ധമായ മുഹറം മാസമാണ്. എന്താ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? ഇന്ന് നമ്മളിവിടെ ചില ദിക്റുകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അതിന്ന് മഗ്രിബോട് കൂടെ തന്നെ നിങ്ങൾ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ഇന്നലെ നമ്മൾ 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി എഴുതി, അത് ഒറ്റക്ഷരമാക്കിയിട്ട് എഴുതിയവരൊക്കെ ഒന്ന് അറിയിക്കി. കുറേ ആളുകൾ എനിക്കതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു. ഉസ്താദിൻ്റെ വീഡിയോ കണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷവും 6 വർഷമൊക്കെ ആയിട്ട് എഴുതിയവരുണ്ട്. ആ എഴുതിയത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വെക്കുക. ഇനി അത് എല്ലാ ദിവസവും ഒരു ബിസ്മി കുറഞ്ഞ തവണയെങ്കിലും ചൊല്ലാൻ പറ്റുമെങ്കിൽ വലിയ ബറക്കത്ത് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് ആ എഴുതി വെച്ചതൊക്കെ നല്ല ബറക്കത്തോടു കൂടെ തന്നെ ഈ വർഷം മുഴുവനും സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് പവിത്രമേറിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് എന്നുള്ളതാണ്. പവിത്രമേറിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഏതാണ് പവിത്രമേറിയ 4 മാസങ്ങൾ? അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കണേ. പലർക്കും അറിയാത്തവരുണ്ടാകും, അവർക്കതൊരു അറിവായി മാറും. നിങ്ങൾ എഴുതി അറിയിക്കുമ്പോൾ കമൻറ്റുകളൊക്കെ വായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അവർക്ക് അറിവ് ലഭിക്കും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ എഴുതി അറിയിക്കുക. ഏതൊക്കെയാണ് ആ മാസം? നമുക്കൊക്കെ അറിയാം, ഞാനിപ്പോൾ അത് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അതിലൊരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം എന്നുള്ളത്. ഈ മുഹറം മാസം എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ പവിത്രമേറിയ 4 മാസങ്ങൾ എന്ന് പറഞ്ഞു. ഹുറും എന്നുള്ളതാണ് അതിൽ പ്രയോഗിച്ചത്. ഹുറും എന്ന് പറഞ്ഞാൽ പവിത്രമേറിയത്, പവിത്രമുള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അവിടെ ആ വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഹുറും എന്ന് പറഞ്ഞാൽ പവിത്രമുള്ളത് എന്നുള്ളതാണ്, പവിത്രമായത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ആ വാക്കുണ്ടല്ലോ, ആ ഒരു വാക്ക് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മാസവും കൂടെയാണ് പരിശുദ്ധമായ മുഹറം മാസം അല്ലേ. ഹുറും എന്നുള്ള ആ വാക്കിലെ അക്ഷരങ്ങളൊക്കെ ഏതിലുണ്ട്? മുഹറം എന്ന് പറയുന്ന ആ വാക്കിലുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയപ്പെട്ട മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. നമുക്കറിയാം, അപ്പോൾ പവിത്രമേറിയത് എന്ന് പറയപ്പെടുന്ന ആ മാസം, അത് പറയാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ആ പദങ്ങൾ മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ പവിത്രമേറിയ, പവിത്രമുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ മുഴുവനും പരിശുദ്ധമായ മുഹറം എന്ന പദത്തിലുണ്ട്.
പരിശുദ്ധമായ മുഹറം മാസമാണ് വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പെടുക്കാൻ അനുയോജ്യമായതെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമേറിയത് പരിശുദ്ധമായ മുഹറം മാസമാണ്. അതുകൊണ്ട് തന്നെ മുഹറം മാസം നമ്മൾ വളരെയധികം പരിഗണിക്കണം. റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമേറിയത് മുഹറമാണെന്ന് പറയുമ്പോൾ നമ്മളത് പരിഗണിക്കേണ്ട മാസം തന്നെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുഹറം മാസത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത് മുഹറം മാസത്തിലാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉന്നതമായ സ്ഥാനം നൽകിയത് മുഹറം മാസത്തിലാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കപ്പലിൽ കയറി രക്ഷപ്പെടുത്തിയത്, ആ പ്രളയമൊക്കെ ഉണ്ടായിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തൗറാത്ത് നൽകിയത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സിജിനിൽ നിന്ന്, ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗങ്ങൾ ഭേദമായത്, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്നും അള്ളാഹു പുറത്തെത്തിച്ചത്, അതേപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങളുണ്ട്. അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അധികാരം നൽകിയത്, അങ്ങനെ തുടങ്ങിയിട്ട് പറയാൻ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാമത്തുകളും അള്ളാഹു നൽകിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. പക്ഷെ മുഹറം മാസത്തിൽ നമുക്ക് വേദനപ്പെടുത്തുന്ന ചില കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത് അറിയാമെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ആ മുഹറം മാസത്തിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാൻ വിശാലമായിട്ട് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ അത് കരുതിയിട്ട് ആ ദിവസം ഒരു ദുഃഖാചരണമായിട്ട് കണക്കാക്കുകയും അന്ന് ആ രൂപത്തിലുള്ള ചില ആഘോഷങ്ങൾ പോലെ ദുഃഖിതരായിട്ട് ചില ശരീരമൊക്കെ മുറിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ആലിമീങ്ങളും സാദാത്യങ്ങളൊക്കെ കാണിച്ചെന്നൊരു രൂപമുണ്ട്. ആ രൂപത്തിലൂടെയാണ് നമ്മൾ നീങ്ങേണ്ടത്. അപ്പോൾ പരിശുദ്ധമായ മുഹറം മാസം വളരെ പവിത്രമേറിയ മാസമാണ്. ആ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് മുഹറം മാസത്തിൻ്റെ 10 ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ദിക്റുകളാണ്. നിങ്ങളിത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ, അല്ലാഹുമ്മ ഇന്നക ഖദീമുൻ വഹാദൽ ആമു ജദീദ് ഖദ് അഖ്ബൽ. അല്ലാഹുമ്മ ഇന്നക ഖദീമുൻ വഹാദൽ ആമു ജദീദുൻ ഖദ് അഖ്ബൽ വസനത്തുൻ ജദീദത്തുൻ ഖദ് അഖ്ബലത് നസ്അലുക ഖൈറഹാ വനഊദു ബിക മിൻ ശർരിഹാ ونستكفيك فواتها وشغلها فارزقنا العصمة من الشيطان الرجيم اللهم إنك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا يرانا هو وقبيله من حيث لا نراهم اللهم آيسه منا كما آيسته من رحمتك وقنطه منا كما قنطته من عفوك وباعد بيننا وبينه كما حلت بينه وبين مغفرتك إنك قادر على ذلك وأنت الفعال لما تريد. ഈ പറയുന്ന ദുആ സ്വല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം വസല്ലം ഒരു 3 തവണ ഇതിങ്ങനെ ഇന്ന് രാത്രി നിങ്ങൾ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് വലിയ ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകും. നമ്മുടെ ജീവിതത്തിൽ ഖൈറ് ലഭിക്കാൻ അത് കാരണമാകും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണ്, മുഹറം മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്. നമുക്കൊക്കെ അറിയാം, മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പവിത്രമായ ദിവസങ്ങളും പുണ്യമായ ദിനങ്ങളും രാത്രികളൊക്കെ വരുമ്പോൾ അള്ളാഹു അവന് നന്മകളും സുഹൃതങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ നൽകും. അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നില്ല, അവനെ തൊട്ട് അള്ളാഹു വിമുഖനാണെങ്കിൽ,
അത്തരം സന്ദർഭങ്ങളിൽ അവനിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും അവന് സംഭവിക്കാൻ കഴിയൂല, അവൻ സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് പേടിക്കണം. നമുക്ക് ഇത്തരം ദിവസങ്ങൾ വരുമ്പോൾ, ഇത്തരം സമയങ്ങൾ വരുമ്പോൾ സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അള്ളാഹുവിന് നമ്മോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല, നമുക്ക് നന്മകളൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളവരായിട്ട് നമുക്കൊക്കെ മാറണം. ഈ ഒരു വർഷം നല്ല വർഷമായി തീരണം. അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവാണ്. സ്വലാത്ത് ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, ഖുർആൻ പാരായണം ചെയ്യണം. സ്വലാത്തൊക്കെ ചുരുങ്ങിയത് 3 തവണ, 300 തവണ, ഇസ്തിഗ്ഫാർ 100 തവണ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. കടം വീടാനുള്ള പ്രത്യേക ദുആകളുണ്ട്, അത് ചെയ്യണം. കടം വീടി മരണപ്പെടാൻ പാടില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്, ആഖിറത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. എപ്പോഴും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ എഴുതി അറിയിക്കുക. നമുക്ക് മജ്‌ലിസുകളിൽ വെച്ച് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.